ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാനിവിടെ തേങ്ങ അരച്ച നാടൻ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പല ആൾക്കാരും പല രീതിയിലാണ് മീൻകറി വെക്കുന്നത്. ഇതിപ്പോൾ ഞാനും എൻ്റെ അമ്മയും ഒക്കെ വെക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മീൻകറി വെക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചെമ്പല്ലിയാണ് എടുത്തിരിക്കുന്നത്. ചെമ്പല്ലി എന്നാട്ടോ ഞങ്ങളുടെ നാട്ടിലെ ഈ മീനിൻ്റെ പേര്. കിളിമീൻ എന്നൊക്കെ ഈ മീനിന് വേറെ പേരുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് മുറിച്ച് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ മീൻ, പുളി പിഴിഞ്ഞെടുത്തത്. ഞാനിവിടെ പച്ചമാങ്ങയും ചേർക്കുന്നത് കൊണ്ട് പുളിയുടെ അളവ് കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് അരപ്പാണ്. അതിലേക്ക് 1/4 മുറി തേങ്ങ ചിരകിയതും, പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, പിന്നെ വേണ്ടത് ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, പിന്നെ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, കറിവേപ്പില, ഇഞ്ചി, ചുവന്നുള്ളി ചതച്ചത്, പിന്നെ 2-3 പച്ചമുളക്, ലാസ്റ്റ് കറി താളിക്കുന്നതിന് വേണ്ടി ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും. ഇതൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരവും കുരുമുളകും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഇഞ്ചി, ചുവന്നുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ അരച്ചു വെച്ച ഈ തേങ്ങയും കുറച്ച് പുളിവെള്ളവും ചേർത്ത് നമ്മളുടെ പുളിക്ക് ആവശ്യമായത് ചേർക്കാം. പിന്നെ ഇനി പുളി ഇല്ല വെച്ചെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കറിക്ക് ആവശ്യമായ വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഈ ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. കറിയൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഈ മാങ്ങയൊക്കെ ഉടഞ്ഞു പോവും. അതുകൊണ്ട് തിളച്ചതിന് ശേഷം ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളി കാച്ചാം. അതിനുവേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി 2 തണ്ട് വേപ്പില കൂടി ഇതിൽ ചേർക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ഇത് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ കറിക്ക് പ്രത്യേക കളറും ടേസ്റ്റും കിട്ടും. ഇനി ഇതെല്ലാം നമുക്ക് കറിയിലേക്ക് പതുക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഈസി അല്ലേ? അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് വരാം. ബൈ.